അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു യാത്ര പുറപ്പെട്ട വ്യക്തി, ഹജ്ജിലാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് ഒരു യാത്ര പുറപ്പെടേണ്ട വ്യക്തി, ആ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായിട്ട് അയാള് ഔത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ അയാൾ പാലിക്കേണ്ട സുന്നത്തുകൾ എന്തായിട്ട് ആ സമയത്ത് ചെയ്യേണ്ടത്, ഓതേണ്ടത്, ചൊല്ലേണ്ട ദിക്ർ, ദ്വാരക്കേണ്ട ദ്വാർ, അതായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ വിവരിക്കുക ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹജ്ജിക്ക് പുറപ്പെട്ട വ്യക്തി അത് കുടുംബക്കാരുമായിട്ട് അങ്ങോട്ടും പിന്നെ വിദായ ചൊല്ല്, അങ്ങോട്ട് യാത്ര പോകേണ്ട വിഷയിച്ചുണ്ട്, ഉസ്താദുമാർ, മാതാപിതാക്കൾ, നിരക്കരടങ്ങ, അത് അങ്ങനെയുള്ള ആൾമാരൊട്ടും യാത്ര പോകേണ്ട വിഷയിച്ചുണ്ട്, അങ്ങോട്ട് ദ്വാരക്കോ വേനായിച്ചുണ്ട്. ഇതൊക്കെ മുന്നിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ യാത്രയുമായി സംബന്ധപ്പെട്ട നിസ്കാരത്തെ വിഷയങ്ങൾ, ജമ്മു കസറക്കെതിരെ വിഷയങ്ങൾ അത് പഠിച്ചു വെക്കടെ, ഹജ്ജിലെ കാര്യങ്ങൾ പഠിച്ചു വെക്കടെ, നല്ല ആൾമാരൊട്ടുക സഹവസിക്കടെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരിക്കണം. പിന്നെ യാത്ര പുറപ്പെടുമ്പോ, ഔത്തിൽ നിന്നും പുറപ്പെടുമ്പോ അവൻ ചെയ്യേണ്ടത് 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരാൾ അവന്റെ കുടുംബത്തെ അവൻ വിട്ടുപോകുമ്പോ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അവിടെ ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കാരമായിട്ട് യാത്ര ഉദ്ദേശിക്കുമ്പോ. അപ്പൊ യാത്ര ഉദ്ദേശിക്കുന്ന ആളുകൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കൊണ്ട് അത് കറാഹത്തായ സമയത്ത് നിസ്കരിക്കുകയില്ല. കറാഹത്തായ സമയം സുബൈ നിസ്കരിച്ചിട്ട് സൂര്യ ഉദിച്ചിട്ട് ഒരത്തെല്ലാറക്കലിന്റെ അടുത്തോളം, അതുപോലെ ലോർ ബാങ്ക് ഒരത്തെല്ലാം ഉള്ളത്, അസർ നിസ്കരിച്ച് മഗ്രിബ് തോളം, ഇത് കറാഹത്തായ സമയമായിട്ട് ആ സമയത്ത് ഈ ചില നിസ്കാരാവില്ല, എല്ലാ നിസ്കാരമല്ല, ചില നിസ്കാരം അത് ഈ യാത്രയുടെ സുന്നത്ത് നിസ്കാരം ആ സമയത്ത് നിസ്കരിക്കാവില്ല. അപ്പൊ ഈ യാത്രയുടെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക എന്നതായിട്ട് ഒരു സുന്നത്ത്. അതിൽ 1ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓത, 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓത. ഈ നിസ്കരിച്ച് സലാം വീട്ടിട്ട് അവിടെ മെതിച്ച് ആയത്തുൽ കുർസി ഓത. ആയത്തുൽ കുർസി ഓതി എന്നുണ്ടെങ്കിൽ യാത്രയിൽ ഓരോ ബുദ്ധിമുട്ടാണെങ്കിൽ എത്തല. ആയത്തുൽ കുർസി ഓതിയിട്ടായിട്ട് ഈലാഫി ഖുറൈശ് എന്ന സൂറത്ത് ഓത. അതും അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും അവനത് കാവലായിട്ട്. അതായാൽ പിന്നെ ഈലാഫി ഖുറൈശ് ഓതിയിട്ട് ദുആറക്കുക. ദുആറക്കുമ്പോ നിങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, ഇത് ദുആത്തെ ഫസ്റ്റ് അല്ലേ. അതിൽ പിന്നെ അവിടെ ദുആറക്കേണ്ട ദുആ അല്ലാഹുമ്മ ബിക അസ്തഹീനു വഅലൈക തവക്കലു അല്ലാഹുമ്മ ദല്ലിൽ ലി സൗബത അംരി വസഹിൽ അലയ്യ മശക്കത സഫരി വർസുഖ്നി മിനൽ ഖൈരി അക്തറ മിമ്മാ അത്ലുബ് വസ്രിഫ് അന്നി കുല്ല ശർ റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി اللهم إني أستغفرك وأستودعك نفسي وديني وأهلي وأقاربي وكل ما أنعمت علي وعليهم من آخرة ودنيا فاحفظنا أجمعين من كل سوء يا كريم. എന്നിങ്ങനെ ദുആറക്കുക അല്ലെ. ദുആറന്നിട്ട് അതിലെ ലാസ്റ്റ് വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലാസ്റ്റ് ഹംദ്. അതായാൽ പിന്നെ എണീച്ചിട്ട് ചൊല്ലണം ദച്ചവിടെ. ഇപ്പൊ ഇത്തരത്തിൽ നിസ്കരിച്ച് ദച്ചിട്ടായിട്ട് കിടത്. എണീക്കുമ്പോ അല്ലാഹുമ്മ ഇലൈക തവജ്ജഹ്തു വബിക ഇതസംതു അല്ലാഹുമ്മ ക്ഫിനി മാ ഹമ്മനി വമാ ലാ അഹ്തമു ലഹു അല്ലാഹുമ്മ സവ്വിദി തഖ്വ വഗ്ഫിർ ലി ദംബ വവജ്ജിഹ്നി ലിൽ ഖൈരി ഐനമാ തവജ്ജഹ്തു. ഇങ്ങനെ എണീച്ചിട്ടായിട്ട് ഇത് ചൊല്ലേണ്ടത്. അതിൽ പിന്നെ ഞങ്ങളെ നിരക്കറ കൂടിയങ്ങളൊട്ടുക എന്താക്കട വിദായ ചൊല്ലാം, അങ്ങോട്ട് ദ്വാരപ്പോ പേനായി ചൊല്ല, അങ്കും വേണ്ടി ദ്വാരക്കണം. അപ്പൊ ഞങ്ങളെ പെഞ്ഞയും മക്കളെ ഞങ്ങൾ വിട്ടുപോകുമ്പോ, കുടുംബത്തെ വിട്ടുപോകുമ്പോ ഞങ്ങൾ എന്താക്കണം, അങ്ങോട്ട് ചൊല്ലണം അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തദീഉ വദാഇഹുഹു. നിങ്ങളെ ഞാൻ അള്ളാഹുടത്തെ എടുത്തു വെക്കുവാനായിട്ട് ഏൽപ്പിക്കരുത്, നിങ്ങളെ സൂക്ഷിക്കുക അള്ളാഹുടത്തെ ഞാൻ ഏൽപ്പിക്കരുത്. അങ്ങനെ ഏൽപ്പിച്ച് തിരിച്ചു കൊണ്ടുകൊണ്ട് കുടുംബത്തിൽ ഓനക്ക് ബേജാറ് അവിടെ എനിക്ക് ഒന്നും അവിടെ കാണാൻ സംഭവിക്കല. അപ്പൊ ഒരു യാത്ര പോകുമ്പോ അവിടെ പെഞ്ഞയും മക്കളെ വിട്ടുപോകുമ്പോ അവൻ ചൊല്ലണം. എങ്ങനെ ചൊല്ലണം? അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തദീഉ വദാഇഹുഹു. പിന്നെ ഞങ്ങൾ എന്തിനാക്കണം, യാത്ര പോകണ്ടങ്ങോട്ട് ഞങ്ങൾ എന്ന് ചൊല്ലണം അസ്തൗദിഉകല്ലാഹ ദീനക വഅമാനതക വഖവാതീമ അമലിക സവ്വദകല്ലാഹു തഖ്വ
വഗഫറ ദംബക വയസ്സറ ലകൽ ഖൈർ ഹൈതുമാ കുന്ത എന്ന് ഞങ്ങൾ അവനക്ക് വേണ്ടി ദുആ ഇറക്കണം. അപ്പൊ യാത്ര പുറപ്പെടുമ്പോൾ ഞങ്ങൾ അങ്ങക്ക് അങ്ങനെ ആയിട്ട് ദുആ ഇറക്കേണ്ടത്. യാത്ര പുറപ്പെടുമ്പോൾ ഞങ്ങൾ അവനക്ക് ദുആ ഇറക്കണം. പിന്നെ യാത്ര പുറപ്പെട്ട വ്യക്തി ഔത്ര ഇടത്തെ കാൽ വെച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിങ്ങനെ ചൊന്നിട്ട് ഔത്ര പത്തും വന്ന് ആ സമയത്തായിട്ട് ഇവിടെ എന്താക്കേണ്ടത്? അപ്പൊ യാത്ര വന്നിട്ട് പിന്നെ വാഹനത്ത് പത്തിട്ട് പോകുമ്പോഴത്തേക്ക് ഒരാൾ ബാങ്ക് കൊടുക്കണം. വാഹനത്ത് പത്തുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. പത്തിട്ട് തെച്ചൽ പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചൊല്ലണം. പിന്നെ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്നിങ്ങനെ ചൊല്ലണം. പിന്നെ ദുആ ഇറക്കണം. യാത്ര തുടങ്ങുമ്പോൾ ദുആ ഇറക്കണം. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم أبن علينا سفرنا هذا وطوي بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وقابة المنظر وسوء المنقلب في المال والأهل എന്നിങ്ങനെ ചൊല്ലണം. ഇത് തിരിച്ച് പറയുമ്പോഴത്തേക്കും എത്തുമ്പോഴത്തേക്കും ചൊല്ലേണ്ട ഒന്നായിരിക്കും ഈ ദുആ. അപ്പൊ ഇത് ഞങ്ങൾ എന്താക്കണം? യാത്ര പുറപ്പെട്ടാൽ പിന്നെ ഞങ്ങൾ ദുആ ഇറക്കല് ദുആ. അപ്പോ ദുആ യാത്ര പുറപ്പെട്ട ആൾമാർ ദുആ അധികരിപ്പിക്കണം. അങ്ങനെ ദുആക്ക് ഉത്തരമുണ്ട്. 3-4 ദുആക്ക് ഉത്തരം കിട്ടാണ്ടിരിക്കില്ല. അതിൽ ഒന്ന് ഈ ആക്രമിക്കപ്പെട്ടവൻ പിന്നൊക്കെ അന്യായാക്കിയിട്ടില്ലെങ്കിൽ ആ ആക്രമിക്കപ്പെട്ടവൻ അവന് ദുആക്ക് ഉത്തരമുണ്ട്. പിന്നൊന്ന് യാത്രക്കാരന്റെ ദുആ. പിന്നൊന്ന് മാതാപിതാക്കൾ മക്കൾക്കെതിരെ ദ്വാരക്കട ദുആ. ഈ ദ്വാരക്ക് ഉത്തരമുണ്ട്. അത് ഉത്തരം കിട്ടാണ്ടിരിക്കില്ല എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ എന്താ യാത്ര പോകേണ്ട വ്യക്തി കൂടുതലായിട്ടും ദ്വാരക്ക്. പിന്നെ ഇങ്ങനെ മതില് എൽദ്രേണ്ടൊന്നുണ്ട്. അത് എന്തെങ്കിൽ ഖുർആന്റെ ഒരു ആയത്തായിട്ടിരിക്കണം. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറദ്ദുക ഇലാ മഅദ് സൂറത്തുൽ ഖസസിലെ ലാസ്റ്റിലുണ്ട്. ആ ഒരു ആയത്തായിട്ട് എഴുതി വെക്കണം. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറദ്ദുക ഇലാ മഅദ് എന്നുള്ള ആ ഒരു ആയത്ത്. അപ്പൊ അതും നല്ല തന്നെ ആയിട്ടിട്ട് അങ്ങനെ ഒരു ആയത്ത് എഴുതി വെക്കണം. നല്ല ചെട്ടും മലം വന്നോട്ടുണ്ട്. ബറബനായിട്ട് റെഡിയായിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ധാരാളം അവന്റെ റഹ്മത്തിലെ മല അള്ളാഹു ചൊരിച്ചു തരട്ടെ. ദുആ വസിയത്തോടു കൂടെ ഹജ്ജിൽ കൊണ്ട് ആളുമാർ അള്ളാഹു അങ്ങനെ യാത്രയിലുടനീളം കാവലും അല്ല ഹജ്ജിലെ കർമ്മങ്ങളും അതിലെ ഹക്ക് പോലെ നിർവഹിക്കുള്ള തൗഫീഖും അള്ളാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങോട്ട് ദുആ ഇറക്കുവാനായി ചൊല്ല. അങ്ങക്ക് ഞങ്ങൾക്ക് ദുആ ഇറക്കുക. അള്ളാഹു എല്ലാ മുഅ്മിനീങ്ങൾക്കുള്ള ഈ വർഷം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു യാത്രയിൽ സലാമത്തും കാവലും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.